21 മിനിറ്റ് കൊണ്ട് ആരോഗ്യ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ള മെക്സവൻ എക്സസൈസിന്റെ ഉപജ്ഞാതാവ് ക്യാപ്റ്റന് കൂടിയായിട്ടുള്ള സലാഹുദ്ദീൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ഈ മെക്സവനെ നോക്കിക്കാണുന്നത്. എന്താണ് ഈ മെക്സവനെ ഈ ആരോഗ്യ മേഖല ഇത്രയധികം വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുന്ന ആ അത്ഭുതം എന്താണ്? മെക്സവന്റെ വിജയരഹസ്യം എന്ന് പറഞ്ഞത് വളരെ സിമ്പിളാണ്. കാരണം മെക്സവൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷനാണ്, വിവിധ വ്യായാമങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ വ്യായാമ രീതികളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രായഭേദമിന് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് പൂർണ്ണമായും സൗജന്യമാണ്. ആരിൽ നിന്നും ഒരു ഫീസ് പോലും വാങ്ങുന്നുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഓരോ പ്രദേശത്തുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം അവിടെ വരികയും അവർ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുകയും പിന്നെ ഒറ്റപ്പെടുകളിൽ നിന്നൊക്കെ മാറിയും കൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവും സൗഹൃദമൊക്കെ പങ്കെടുക്കുന്നതിൽ കൂടെ അവർക്ക് വലിയ മാറ്റം, ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ അവർ നേടിയിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ വിജയരഹസ്യം. അതുകൊണ്ട് ആളുകൾ കൂട്ടമായി ഇതിലേക്ക് എത്തിച്ചേരുകയാണ്. എക്സസൈസ് ആണെന്ന് പറഞ്ഞൊരു കൂട്ടാണ്, ഏതൊക്കെയാണ് അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഈ മെക്സവൻ എന്ന് പറഞ്ഞാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ ആണ്. ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്നത്, ഇതിനകത്ത് എയറോബിക് ഐറ്റംസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട്, യോഗ എക്സസൈസ് വരുന്നുണ്ട്, ഡീപ്പ് ബ്രീത്തിങ് വരുന്നുണ്ട്, അക്യുപ്രഷർ വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഫേസ് മസാജ്. ഇങ്ങനെ 7 കണ്ടന്റ് ഉപയോഗിച്ചിട്ട് 21 മിനിറ്റ് കൊണ്ടാണ് ഇത് വ്യായാമം ചെയ്തു തീർക്കാൻ പറ്റുക. 1750 പരം ബോഡി മൂവ്മെന്റ്സ് നമുക്ക് ഈ ചെറിയ സമയത്ത് കുറഞ്ഞ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു യോഗ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വാക്കിംഗ് എക്സസൈസോ എല്ലാം സെപ്പറേറ്റ് പോകേണ്ട കാര്യമില്ല. 21 മിനിറ്റ് കൊണ്ട് നമുക്ക് അത് വളരെ ഒരു ക്യാപ്സൂൾ രൂപത്തിലായി ഇതൊരു ക്യാപ്സൂൾ രൂപത്തിലാക്കി കൊടുത്തു. ജനങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. വളരെ സിമ്പിളാണ്, ക്യാപ്സൂൾ രൂപമായി. അതുകൊണ്ട് ജനങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനകത്ത് കൂടുതൽ ബെനിഫിറ്റ്, ഇതാണല്ലോ ജനങ്ങൾക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും കൂട്ടമായി ആളുകൾ വരികയും ഇത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതാണ് എന്റെ വിജയരഹസ്യം. ജനങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർ കൂട്ടം. അല്ലെങ്കിൽ ആരും ഈ രാവിലത്തെ തണുപ്പാൻ കാലത്ത് ആരെയും ഒന്നും ഇത്തരം വ്യായാമം വരില്ല. അപ്പൊ ജനങ്ങൾക്ക് പൂർണ്ണമായും അവർക്ക് വിശ്വാസം, അവരുടെ ആരോഗ്യം അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അതെ, അത് തന്നെയാണ് അതിന്റെ വിജയരഹസ്യം. അവർക്ക് പൂർണ്ണമായിട്ട് അതിൽ സന്തോഷമാണ് ജനങ്ങൾക്ക് കാണാൻ സാധ്യമാകും ചെയ്യുന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെയാണ് അവര് കൂട്ടമായിട്ട് ഇതിലേക്ക്. ഇപ്പോ ആരോഗ്യ മേഖലയിൽ കോവിഡിന് ശേഷം എല്ലാവരും ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ആരോഗ്യം ഉണ്ടാവില്ല എല്ലാവരുടെയും ആവശ്യമായി മാറിയത് ഈ കോവിഡിന് ശേഷമാണ്. ഈ ആളുകളോട് ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പൊ മെക്സവൻ ആവിർഭാവത്തിലൂടെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ അവർക്ക് സാധ്യമാണ്. മരുന്നുകൾ ഒഴിവാക്കിയും കൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു മെസ്സേജ് ആൾറെഡി ഇപ്പൊ ജനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. പൊതുജനങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു, കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറെ നടക്കും, കുറച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ആളുകൾ കൂട്ടമായി എത്തുകയും അത് അവരുടെ ജീവിതത്തിന്റെ രീതിയാക്കി ഒരു ശൈലിയാക്കി മാറ്റുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറാകുകയും ചെയ്തു എന്നുള്ള മെക്സവൻ പ്ലാറ്റ്ഫോമിന്റെ വലിയ വിജയം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും കൂട്ടമായി വന്ന് ഇതിനെ ഏറ്റെടുക്കുകയും ജീവിതശൈലികൾ രോഗങ്ങളിൽ നിന്ന് മാറിയും കൊണ്ട് ഈ ഒരു വ്യായാമ രീതിയെ അവർ ജീവിതശൈലിയാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അത് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് അതിന്റെ ഗുണം മനസ്സിലായി എന്നുള്ളതാണ്. കാരണം വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരീരത്തിന് സന്തോഷവും സമാധാനവും കിട്ടിയാൽ മാത്രമേ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കാൻ മെക്സവൻ പ്ലാറ്റ്ഫോം വഴി ജനങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെലവഴിക്കേണ്ടത് ഒരു 25 മിനിറ്റ് നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാവുക. നമുക്ക് നല്ല ആരോഗ്യത്തിലൂടെ ജീവിക്കാം. ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല, മറ്റുള്ളവരുടെ പരസഹായം തേടി വരേണ്ടത്. നിങ്ങൾക്ക് പ്രായം എപ്പോൾ നിങ്ങളെ കടന്നു വന്ന് നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നമേ ആവില്ല എന്നുള്ളതാണ് മെക്സവൻ പ്ലാറ്റ്ഫോം അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ പ്രദേശം നോക്കിയാലും 1% കുറഞ്ഞ ആളുകളാണ് ഇപ്പോഴും എത്തുന്നത്. ഇനിയും വലിയൊരു ഗ്യാപ്പ് ഹോസ്പിറ്റലിന് അപ്പോഴും 99% ഗ്യാപ്പ് അപ്പോഴും ഹോസ്പിറ്റലിനുണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് എപ്പോഴും അവര് നമ്മൾ മെക്സവൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. അവരെപ്പോഴും മെക്സവൻ നിങ്ങൾ പോയിക്കോളൂ, വ്യായാമം ചെയ്തോളൂ എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സ് അവരെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. മെഡിസിൻ പോലെ മെക്സവൻ ഒരു നേരം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് വളരെ സപ്പോർട്ടീവാണ്. കാരണം അവർക്ക് മെക്സവനെ പറ്റി അവർ പഠിച്ചു കഴിഞ്ഞു. ഇത് നല്ല എക്സസൈസ് ആണ് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഒരുപാട് ഡോക്ടേഴ്സ് ഇതിനെ മെക്സവനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പോയിട്ട് വ്യായാമം ചെയ്തോളൂ എന്ന് പറഞ്ഞ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഓരോ ദിവസവും നമ്മള് രാവിലെ ആവുന്ന സമയത്ത് ഒരു 21 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ മെക്സവന്റെ കൂടെ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറ് പറയുന്നത് 100 നോട്ട് ഔട്ട് ആണ് അല്ലെ? 100 നോട്ട് ഔട്ട് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ആ 100 നോട്ട് ഔട്ട് എന്ന് പറയുന്നതിൽ നല്ല ആരോഗ്യമുള്ള ജീവിതം ഉണ്ടാകുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും മെക്സവന്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും ഹാപ്പിനെസ്സും ഉണ്ടാവും എന്നുള്ളത് ഗ്യാരണ്ടി ചെയ്തു തരുന്നത് നമ്മുടെ ഫൗണ്ടർ ആൻഡ് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ. താങ്ക് യു സാർ. താങ്ക് യു.